രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം, യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ, യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ, ഏലിയാവ് എലീശയോട് കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ആരാരുടെ കൂടെ നടക്കുന്നേ? ഏലിയാവ് എലീശയോട് കൂടെ, യജമാനൻ ദാസനോട് കൂടെ, മാസ്റ്റർ ശിഷ്യനോട് കൂടെ, ഗുരു ശിഷ്യനോട് കൂടെയാണ് നടക്കുന്നത്. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആരാരുടെ കൂടെ നടക്കുന്നേ? ഒന്ന് പറഞ്ഞേ. ഏലിയാവ് എലീശയോട് കൂടെ. ഏലിയാവ് എലീശയോട് കൂടെ പുറപ്പെട്ടു. അപ്പൊ ഏലിയാവ് രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, എലീശ ബാ നമുക്ക് പോകാം. എലീശ അനുസരിച്ചു. നാളുകൾക്ക് മുമ്പേ ഏർക്കാളയെ പൂട്ടി ഒഴുകുമ്പോൾ പുതപ്പിട്ട് വിളിച്ചതാ. അന്ന് തുടങ്ങി ഏലിയാവിനെ എലീശ ആരാ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഏലിയാവാ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഏലിയാവ് എലീശയോട് കൂടെ നടന്നു. എന്നാൽ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏലിയാവ് എലീശയോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. യഹോവ എന്നെ ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ എലീശ തിരിച്ചു പറയുകയാണ്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ഏലിയാവ് എലീശയെ വിട്ടു. ഏലിയാവിന് പണ്ടൊരു പണിക്കാരനുണ്ടായിരുന്നു, പണ്ടൊരു ദാസനുണ്ടായിരുന്നു. ഇസബേല് പറഞ്ഞു, നാളെ ഈ നേരത്ത് നിന്നെ കൊല്ലുമെന്ന്. ഏലിയാവ് ബാല്യക്കാരൻ്റെ അടുക്ക പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോവുകയാണെന്ന്. ഒരു ദിവസത്തെ വഴിദൂരം മരുഭൂമി പോയി. ആ സമയം കൊണ്ട് കൂടുള്ള ദാസൻ എങ്ങോട്ടോ പോയി. പിന്നെ ആളിൻ്റെ ഒരു 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 കഥയും പുള്ളിയെക്കുറിച്ച് അറിയത്തില്ല. ഹി ലെഫ്റ്റ്, സിംപ്ലി ലെഫ്റ്റ്. ഇന്നലെ സമുദ്രത്തിൽ നിന്ന് കൈ പൊങ്ങുന്നത് കണ്ട ആളാ. ഇന്നലെ 7 പ്രാവശ്യം ഏലിയാവ് മുഴങ്കാലിൻ്റെ ഇടയിൽ മുഖവിട്ട് കിടക്കുന്നത് കണ്ടതാ. ഇന്നലെ ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നത് കണ്ടതാ. ഇതൊക്കെ കണ്ട ബാല്യക്കാരനാ. ഇപ്പൊ ഏലിയാവ് നീ പൊക്കോളാൻ പറഞ്ഞുടനെ ഹി ലെഫ്റ്റ് സിംപ്ലി. എന്തെങ്കിലും ടെൻഷൻ പറഞ്ഞു, ഞാനിവിടെ കുറച്ചു ദൂരെങ്കിലും വരാപ്പച്ചാന്ന് പറഞ്ഞോ? നത്തിങ്, ലെഫ്റ്റ്. അങ്ങനെ ചെന്ന് ഹോരേബിൽ ഇരിക്കുമ്പോഴാ ദൈവം പറഞ്ഞത്, ഏലിയാവേ ഞാൻ കണ്ടു, നിനക്കൊരു പണിക്കാരനുണ്ടായിരുന്നു, പൊക്കോളാൻ പറഞ്ഞ ഉടനെ പോയി. പക്ഷെ ഞാൻ നിനക്കിനി വേറൊരാളെ തരാം. നീ ആട്ടിക്കളഞ്ഞാലും നിന്നെ വിട്ടുപോകത്തില്ല, നീ എറിഞ്ഞു കളഞ്ഞാലും പോകത്തില്ല. ഗിൽഗാല്, ബഥേല്, എരിഹോ, യോർദാൻ 4 ഭാഗം. ഗിൽഗാല് ദൈവപ്രവർത്തികളുടെ സ്ഥലമാണ്, ബഥേൽ ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്, എരിഹോ തകർച്ചയുടെ സ്ഥലമാണ്, യോർദാൻ മരണത്തിൻ്റെ സ്ഥലമാണ്. ഈ 4 സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ, 4 സ്ഥലങ്ങളിൽ നിന്നും പുറപ്പെടുമ്പോൾ ഏലിയാവ് എലീശയുടെ അടുക്കൽ പറയുക, നീ ഇവിടെ താമസിച്ചോ. അപ്പോൾ എലീശ തിരിച്ചു പറയാ, ആസ് മൈ ഗോഡ് ലീവ്സ്, ആസ് മൈ മാസ്റ്റർ ലീവ്സ്, എൻ്റെ ദൈവം ജീവിച്ചിരിക്കുന്നിടത്തോളം, എൻ്റെ യജമാനൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്നെ വിട്ടുപോകത്തില്ല. എ ഡെഡിക്കേറ്റഡ് സെർവൻറ്റ്, ഡെഡിക്കേഷൻ ഫ്രം സെർവൻഹുഡ്, ദാസ്യത്തിൽ നിന്നുളവാകുന്ന സമർപ്പണം. ഒന്നാമത് നമ്മളൊരു സമർപ്പണത്തെ കണ്ടു, സ്നേഹത്തിൽ നിന്നുളവാകുന്ന സമർപ്പണം. ഇപ്പോൾ യജമാനനോടുള്ള ഭക്തിയിൽ നിന്നുളവാകുന്ന സമർപ്പണം. ഹല്ലേലൂയ. സ്നേഹത്തിൽ നിന്ന് മാത്രമല്ല സമർപ്പണം ഉളവാകുന്നത്, യജമാനൻ എന്നുള്ള ഭയഭക്തിയിൽ. യേശു കർത്താവിനെ പിതാവുമായുള്ള ബന്ധത്തെ എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, ഉറച്ച നിലവിളിയോടെ അഭയാചനയും കഴിച്ചു, ഭയഭക്തി മുഖാന്തിരം. വി മസ്റ്റ് ഹാവ് എ റെവറൻസ് ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ യജമാനനായി കണ്ടിട്ട് എലീശ ഏലിയാവിൻ്റെ കൂടെ പോവുകയാണ്. പോകുന്ന വഴി എല്ലാവരും പറഞ്ഞു, ഗിൽഗാലിലെ ശിഷ്യന്മാർ പറഞ്ഞു, ബഥേലിലെ ശിഷ്യന്മാർ പറഞ്ഞു, യോർദാനിലെത്തിയപ്പോൾ 50 പേര് എതിരെ നിന്നിട്ട് പറഞ്ഞു, നീ വെറുതെ മെനക്കെടാതെ, നിന്റെ യജമാനൻ പോകും. പക്ഷേ എലീശ ഏലിയാവിനെ അക്കമ്പനി ചെയ്തുകൊണ്ടേയിരുന്നു.
കാരണം എലീശയുടെ അകത്തൊരു തിരിച്ചറിവുണ്ടായിരുന്നു, ഹി ഈസ് മൈ മാസ്റ്റർ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. കാരണം ഹാനോക്ക് ദൈവത്തെ ആരായി കണ്ടു? ഒരു യജമാനനായി കണ്ടു. ഇന്ന് പകൽക്കാലം ദൈവ സന്നിധിയിലിരിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും പറയട്ടെ, ഹി ഈസ് അവർ മാസ്റ്റർ ആൻഡ് വി ആർ ഹിസ് സെർവന്റ്. യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറയുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോ ദൈവം ആരാ? പിതാവ്. ആമേൻ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത് ആരുടെയാ? പുരോഹിതൻ്റെതാണ്. യു ആർ മൈ ഹൈ പ്രീസ്റ്റ്. നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ നീ ആരാണ്? നീ രാജാവാണ്. അടുത്തതായിട്ട് പറയുകയാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞാൽ നീ എൻ്റെ യജമാനനാണ്, ഞാൻ നിന്റെ ദാസനാണ്. പിതാവായ ദൈവം, പുരോഹിതനായിരിക്കുന്ന ദൈവം, രാജാവായിരിക്കുന്ന ദൈവം, യജമാനനായിരിക്കുന്ന ദൈവം. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നീ എൻ്റെ പ്രൊവൈഡറാണ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം. അടുത്തതായിട്ട് പറയുകയാണ്, നീ ഞങ്ങളുടെ ജഡ്ജാണ്, അതുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം. അടുത്തതായിട്ട് പറയുകയാണ്, കർത്താവേ നീ ഞങ്ങളുടെ പ്രൊട്ടക്ടറാണ്, നീ ഞങ്ങളെ സൂക്ഷിക്കണം. എന്നിട്ട് അവസാനം പറയുക, കർത്താവേ സകല മഹത്വവും നിനക്ക് അർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, പിതാവായ ദൈവത്തെ അഭിസംബോധന ചെയ്തു തുടങ്ങുന്ന കർത്താവ് പറയുകയാണ്, ദൈവത്തോട് നിനക്ക് ഒരു പ്രണയം മാത്രം പോരാ, ദൈവത്തോട് നിനക്ക് ഒരു യജമാനനോട് ദാസൻ കാണിക്കുന്ന ഭക്തിയും ആദരവും നിനക്കുണ്ടാകണം. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയുമ്പോൾ യേശുവിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നത്? വി അക്സെപ്റ്റ് ഹിം ആസ് ദ ലോർഡ് ആൻഡ് ദ സേവിയർ. ആമേൻ. ഒരു സേവിയർ മാത്രമായിട്ടല്ല. ഇന്ന് പലരും മലയാളത്തിലേക്ക് വരുമ്പോൾ, കർത്താവെ ഞാൻ എൻ്റെ രക്ഷകനായി അങ്ങേ സ്വീകരിക്കുന്നു. ആർക്കും ആരെയും രക്ഷകനായി സ്വീകരിക്കാം. കിണറ്റി വീട് കിടക്കുന്ന ഒരുത്തിന് കയറെറിഞ്ഞു കൊടുക്കുമ്പോൾ ആരായിരുന്നാലും എന്താ? രക്ഷകനാ. പക്ഷേ കിണറ്റി വീണ് കിടക്കുന്ന ഒരുത്തന് കയറെറിഞ്ഞു കൊടുക്കുമ്പോൾ, ഈ കയറി ഞാൻ മേളിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇനിയുള്ള കാലം നിനക്ക് ദാസനായിരിക്കാമെന്ന് പറയുന്ന, ഓ യു ആർ മൈ ലോർഡ് ആൻഡ് യു ആർ മൈ സേവിയർ. ദൈവം നമുക്ക് രക്ഷകനായിരുന്ന മാത്രം പോരാ, ലോർഡ് ആൻഡ് സേവിയർ. വൈതുറന്ന് പറഞ്ഞ്, കർത്താവും രക്ഷകതാവും, കർത്താവും രക്ഷിതാവും. രക്ഷിതാവായി മാത്രം പോരാ, കർത്താവായും. ആകയാൽ എലീശ ഏലിയാവിനെ അനുഗമിക്കുന്നതിന്റെ ബേസ് എന്താണെന്നറിയാമോ? ആമേൻ. ഒരു മാസ്റ്റർഷിപ്പ്, ഒരു സെർവന്റ്ഹുഡ് റിലേഷൻഷിപ്പ്. ഇന്ന് പകൽക്കാലം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. കാരണം ഹാനോക്കിന്റെ യജമാനൻ, സമർപ്പിക്കപ്പെട്ടവന്റെ യജമാനൻ ആരായിരുന്നു? അത് ദൈവമായിരുന്നു. മറിയത്തിന് ദൂതൻ പ്രത്യക്ഷനായപ്പോൾ മറിയം ദൈവത്തിന്റെ അടുക്കൽ, ദൂതന്റെ അടുക്കൽ പറയുകയാ, കൗമാരം കഴിഞ്ഞ ഈ പെങ്കൊച്ച്, ജീവിതത്തിന്റെ ഇന്ന് വരെ വിശുദ്ധിയോടെ ജീവിച്ച ഈ പെങ്കൊച്ച് നാളെ നാടിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടാലും ഞാൻ അതിന് വഴങ്ങുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. യേശു കർത്താവ് ഗത്സമനയിൽ പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. പുത്രൻ എന്നുള്ള നിലയിൽ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് താൻ പുത്രൻ എന്നുള്ള നിലയിൽ നിന്നിറങ്ങി ദാസൻ എന്നുള്ള നിലയിൽ മുട്ടുകുത്തി പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല. കണ്ടോ, ഒറ്റ സെക്കൻഡിൽ യേശു ഗത്സമനയിൽ പുത്രനിൽ നിന്ന് ദാസനിലേക്ക് ഇറങ്ങുകയാ. ഓ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ഒറ്റ സെക്കൻഡിനകത്ത് ഗത്സമനയിൽ മനോവേദനയോടെ വിതുമ്പി, കർത്താവെ കഴിയുമെങ്കിൽ, പിതാവെ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞ് പുത്രൻ പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുത്രനെ തള്ളാൻ പിതാവിന് പറ്റുന്നില്ല. പെട്ടെന്ന് യേശു തിരിച്ചറിഞ്ഞു, ഞാൻ ഈ പുത്രത്വത്തെ ക്ലിങ് ചെയ്ത് നിന്നാൽ, ഞാൻ ഈ പുത്രത്വത്തെ പിടിച്ചുകൊണ്ട് നിന്നാൽ ദൈവഹിതം പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. So no more a son, I am a servant. ഇന്ന് പകൽ പറ, അപ്പ നീ പറയുന്നതിനെ ചെയ്യുന്ന ദാസനാ ഞാൻ. ഞാൻ ദാസനാ. ഹല്ലേലൂയ.
എൻ്റെ സഹോദരങ്ങളെ, ദാസനെ മാത്രമേ യജമാനൻ എന്ത് ചെയ്യത്തുള്ളൂ? അക്കമ്പനി ചെയ്യത്തുള്ളൂ. യജമാനനെ അക്കമ്പനി ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് എ സെർവന്റ് മൈൻഡ്. ഒരു ദാസ്യ മനോഭാവം ഉണ്ടായിരിക്കണം. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, കർത്താവിൻ്റെ ദാസനായിരിക്കണമെന്ന് പറ, കർത്താവിൻ്റെ ദാസനായിരിക്കണമെന്ന് പറ. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഈ ദാസ്യത്വത്തിനും അടുത്ത ഒരു തലമുണ്ട്. ദാസ്യത്വത്തിൻ്റെ അടുത്ത തലം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 22:3, അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറവ് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഹോളി സ്പിരിറ്റ്. ഇവിടെ അബ്രഹാം ആരെ കൂട്ടുകയാ? 2 ബാല്യക്കാരെ കൂട്ടി. 2 ബാല്യക്കാരും 1 കഴുതയും. 2 ബാല്യക്കാരും 1 കഴുതയും. അബ്രഹാം നിയോഗത്തിന്റെ പൂർണ്ണതയിലേക്ക് പോകുമ്പോൾ, ആ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം പരീക്ഷിക്കപ്പെടുമ്പോൾ പരീക്ഷയിൽ കൂടെ നിൽക്കുന്ന ബാല്യക്കാർ. പക്ഷെ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് ഞാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കഴുതയും 2 ബാല്യക്കാരും. കഴുതയുടെ മുകളിൽ എന്ത് വെച്ച് കാണും? വിറക്. ബാല്യക്കാരിൽ ഒരുത്തൻ എന്ത് എടുത്ത് കാണും? തീയ്. മറ്റേതോ കത്തി. അബ്രഹാം മകനെ കൈക്ക് പിടിച്ചു. ആ മലയുടെ അടിവാരത്ത് വരുന്നിടം വരെയും അബ്രഹാം ഇസഹാക്കിനെ കൈക്ക് പിടിച്ച് നടക്കുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുനാളിലൊക്കെ എനിക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിനോടൊരു പിണക്കം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞു വരാം അടുത്ത ഭാഗത്തിൽ. മലയുടെ അടിവാരത്ത് എത്തുന്നിടം വരെയും ഇസഹാക്കിൻ്റെ കൈക്ക് പിടിച്ച് നടത്തിയ അബ്രഹാം, പക്ഷെ മലയുടെ അടിവാരത്തെത്തിയപ്പോൾ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ പറഞ്ഞു. അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുപ്പീൻ, ഞാനും എൻ്റെ മകനുമായിട്ട് ഇനിയും മുമ്പോട്ട് പോകാം. ബാല്യക്കാരൻ സെർവൻഹുഡ് ലൈഫിൽ ദൈവത്തെ അക്കമ്പനി ചെയ്യുന്നത് പർവ്വതത്തിൻ്റെ അടിവാരത്ത് വരെ മാത്രമാണ്. എന്നിട്ട് ആ പർവ്വതത്തിൻ്റെ അടിവാരത്ത് ചെന്നപ്പോൾ ബാല്യക്കാരെ ഒഴിപ്പിച്ചു. ഇനി അപ്പനും മകനും മാത്രമായ യാത്ര. അപ്പനും മകനും മാത്രമായുള്ള യാത്രയിൽ അപ്പൻ മകന്റെ കൈ വിട്ടു. അത്ര നേരം അപ്പൻ മകന്റെ കൈ പിടിക്കുകയായിരുന്നു. പക്ഷേ അപ്പനും മകനും ഒന്നിച്ച് മല കയറാൻ തുടങ്ങിയ ഉടനെ അപ്പൻ എന്ത് ചെയ്തു? മകന്റെ കൈ വിട്ടു. എന്നിട്ട് കഴുതയുടെ മുകളിലിരുന്ന വിറകെടുത്ത് മകന്റെ തോളിൽ വെച്ചു. പണിക്കാരുടെ കയ്യിലിരുന്ന തീയും കത്തിയും അദ്ദേഹം എടുത്തു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങളായിരുന്നെങ്കിൽ വിറകെടുത്ത് തോളത്ത് വെച്ചിട്ട് തീയും കത്തിയും മകന്റെ കൈ കൊടുക്കുമായിരുന്നല്ലേ? അതിലാണ് എനിക്ക് അബ്രഹാമിനോട് ഒത്തിരി കാലം പിണക്കമുണ്ടായിരുന്നു. എന്നാലും എന്തൊരു പപ്പയാ ദൈവമേ, ആ കൊച്ചൻ്റെ മേളിൽ അത്രയും വിറക് വെച്ചാൽ മല കയറ്റിച്ചല്ലോ. കത്തി കുറച്ച് വലിപ്പമല്ലേ ഉള്ളൂ, അത് കൊച്ചൻ്റെ കൊടുത്താൽ പോരായിരുന്നോ? തീ ചെറുതല്ലേ, വെയിറ്റ് കുറഞ്ഞതല്ലേ കൊടുക്കേണ്ടത്? പക്ഷെ ഏറെക്കാലങ്ങൾക്ക് ശേഷമാ എനിക്ക് മനസ്സിലായത്, തീയും കത്തിയും അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളത് അപ്പൻ പിടിച്ചു, ബേഡനായിട്ടുള്ളത് മകന് കൊടുത്തു. അടുത്ത ഒരു ഭാഗം, തീ മലയെ കൊണ്ടുപോകുമ്പോൾ ഇത് അണയാതെ പോകണമെങ്കിൽ പറ്റുമോ? പറ്റുകയില്ല. എത്ര ആയിരുന്നാലും അവൻ കത്തി വീശും, അവന് മുറിവേൽക്കും. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞിന് മുറിവേൽക്കാതെ അപകടകരമായത് തൻ്റെ കയ്യിൽ പിടിച്ച്
ഭാരമേറിയത് കുഞ്ഞിൻ്റെ ചുമലിൽ കൊടുക്കുന്ന അബ്രഹാം, അവിടെ ഇസഹാക്ക് അബ്രഹാമിനോട് കൂടെ നടന്നു. ആൻഡ് ഐസക് അക്കംപനീഡ് എബ്രഹാം. ഇസഹാക്ക് അബ്രഹാമിനോട് കൂടെ നടന്നു. 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? 6-ാം വാക്യം. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു, തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. ഇവിടെ നിങ്ങൾ ഹാനോക്കിനെ ഒന്ന് കൊണ്ടുവന്നേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. കാരണം ഹാനോക്കിനൊരു കാര്യം അറിയാം, ഇവൻ എൻ്റെ അപ്പനാണ്. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പൻ വിറകെടുത്ത് തോളത്ത് വെച്ചിട്ടും ഈ കൊച്ചൻ അപ്പൻ്റെ കൂടെ നടന്നു. അപ്പൻ കയ്യിൽ നിന്ന് പിടിവിട്ടിട്ടും ഈ കൊച്ചൻ അപ്പൻ്റെ കൂടെ നടന്നു. കാരണം ഈ കൊച്ചൻ ഒരു കാര്യം കണ്ടു, എൻ്റെ അപ്പൻ എൻ്റെ കൈ പിടിക്കാതിരിക്കുമ്പോൾ എനിക്ക് അപകടം പറ്റാവുന്ന തീയും വിറകും അവൻ കയ്യിൽ പിടിച്ചിരിക്കുകയാ. എൻ്റെ മേൽ അവൻ വിറക് വെക്കുമ്പോൾ തീയും വിറകും അപകടകരമായത് അവൻ പിടിച്ചിരിക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, അപ്പൻ കൈവിട്ടാലും കൂടെ നടക്കുന്ന ഇസഹാക്ക്, അവനാണ് വാഗ്ദത്തത്തിന്റെ മകൻ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എ ബോണ്ട് ഓഫ് സൺ ആൻഡ് ഫാദർ. അപ്പനും മകനും. എൻ്റെ സഹോദരങ്ങളെ, കഴുതയും ബാല്യക്കാരും പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇരിക്കുമ്പോൾ കഴുതയുടെ മുകളിലിരുന്ന വിറകെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഒരു കഴുതയെ പോലെ അപ്പനെ അനുഗമിക്കുന്ന ഇസഹാക്ക് ഇന്ന് പകൽക്കാലം എത്ര പേർ പറയും, ഒരു കഴുതയെ പോലെ ചുമടെടുക്കേണ്ടി വന്നാലും അപ്പൻ എന്റെ കൈക്ക് പിടിച്ചില്ലെങ്കിലും ഇരുവരും ഒന്നിച്ചു നടന്നു. ഐ വിൽ അക്കംപനി ഹിം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. കാരണം ഒരു ഡീപ് കൺവിക്ഷൻ അവന്റെ അകത്തുണ്ടായിരുന്നു. ഹി ഈസ് മൈ ഫാദർ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഒരു യജമാനനായതുകൊണ്ടല്ല, ഹാനോക്ക് ദൈവത്തിൽ ഒരപ്പനെ കണ്ടു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അപ്പനാകുന്നുവെന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ വി ക്യാൻ പാർട്ട്ണർ വിത്ത് ഹിം. അപ്പൻ്റെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു മകൻ അപ്പൻ്റെ കൂടെ പാർട്ട്ണറാകാൻ ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, ഇരുവരും ഒന്നിച്ച് നടന്നു. ഇന്ന് പകൽക്കാലം ആ മോറിയ മലയുടെ മുകൾ തട്ടിലേക്ക് വിറകും ചുമ്മി അപ്പൻ്റെ കൂടെ നടക്കുന്ന ഇസഹാക്കിനെ കണ്ടിട്ട്, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ അനുഗമിക്കാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ നടക്കാം. അവിടെ ബാല്യക്കാർ എന്നോട് കൂടെ ഇല്ലെങ്കിലോ, ചുമട് ചുമക്കുന്ന കഴുതയില്ലെങ്കിലോ, ഞാൻ നിന്നോട് കൂടെ നടക്കാം. എത്ര ദുർഘടം പർവ്വതമായിരുന്നാലും ഞാൻ നിന്നോട് കൂടെ നടക്കാം. കാരണം ഞാൻ നിന്റെ മകനാണ്, ഞാൻ നിന്റെ പാർട്ട്ണറാണ്. ഇന്ന് പകൽക്കാലം ദൈവം എന്നോട് കൂടെ നടക്കണമെന്നുള്ള പിടിവാശി വിട്ടുകളാ. ദൈവം എന്റെ പുറകെ വരണമെന്നുള്ള പിടിവാശി വിട്ടുകളാ. ദൈവം എന്റെ കൈക്ക് പിടിച്ച് നടത്തണമെന്നുള്ള പിടിവാശി വിട്ടുകളാ. പകരം പറ, അവൻ എന്റെ കൈവിട്ടാല്, അവൻ എന്റെ ചുമലിൽ ഒരു കെട്ട് വിറക് വെച്ചാല്, ഐ ഷാൽ ഫോളോ ഹിം. ഇന്ന് പകൽ ഇതിനകത്തു നിന്ന് ചില ഇസഹാക്കിന്റെ അഭിഷേകം, ചില ഇസഹാക്കുമാർ ഇതിനകത്തു നിന്ന് പൊങ്ങട്ടെ. ഇതിനകത്തുനിന്ന് ചില ഇസഹാക്കുമാർ പൊങ്ങട്ടെ. ബാല്യക്കാർ ഇട്ടിട്ട് പോകുമ്പോ, ബാല്യക്കാർ തിരിച്ചു പോകുമ്പോ ബാല്യക്കാരുടെ പോകുന്ന ഒരുത്തനല്ല, പകരം അപ്പനാകാൻ. ഇളയ പുത്രൻ മടങ്ങി അപ്പന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അപ്പാ, ഇവിടുത്തെ വേലക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കരുതണേ. അപ്പം പറഞ്ഞ അത് നടക്കത്തില്ല. വേലക്കാരിൽ ഒരുത്തനെ പോലെ ഇവിടെ ആക്കിയ നാളെ പണി ഒത്തില്ലെന്ന് പറഞ്ഞ് നീ പിന്നെ ഇട്ടിട്ട് പോകുക. അങ്ങനത്തെ ഒരു ഇത് വേണ്ട. നീയും ഞാനും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്ക. ഇനി നീ ഇവിടെ വേലക്കാരനായി തോന്നുമ്പോ ഇറങ്ങിപ്പോകുന്ന പരിപാടി നടക്കത്തില്ല. നീ എന്റെ മകനായിട്ട് ഇതിനകത്ത് കയറിക്കോണോ, നീ എന്റെ പാർട്ട്ണർ ആയിക്കോണോ. ഇവിടെ എടുത്ത പൊങ്ങാത്ത പണിയുണ്ട്. നീ എന്റെ കൂട്ടുവേലക്കാരനായി, നിന്റെ മൂത്ത സഹോദരൻ എന്നോട് കൂടെ അധ്വാനിക്കുന്നത് പോലെ you must accompany him, you must partner with him. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരുടെ അടുക്കൽ പ്രേരിപ്പിക്കുകയാണ്. Can you partner with God?
ദൈവത്തിനൊരു പാർട്ട്ണറായി നിൽക്കാമോ? ആമേൻ. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പൻ്റെ വിറകെടുത്ത് തോളത്ത് വെച്ച് ഇരുവരും ഒന്നിച്ചു നടന്നു. അന്ന് വിറക് തോളത്ത് വെച്ച് മോറിയ മലയുടെ മുകൾ തട്ട് കയറുന്ന ഇസഹാക്ക് അറിഞ്ഞില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോത്തയുടെ ഗിരിമുകളിലേക്ക് വിറകും ചുമ്മി മരവും ചുമ്മി കൊണ്ടുപോകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രൊഫസിയാണ് താൻ ചെയ്യുന്നതെന്ന് അന്ന് അറിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം ഇസഹാക്ക് ആമേൻ ഗോൽഗോത്ത പ്രൊഫറ്റിക്കലി ചെയ്യുകയാണെങ്കിൽ ഞാനും നിങ്ങളോ ഗോൽഗോത്തയെ അനുഗമിക്കുന്നവരായി പിതാവിന്റെ ഹിതം നിവർത്തിപ്പാൻ, പിതാവിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കുക. തന്റെ കുരിശെടുത്തുകൊണ്ട് ഇസഹാക്ക് വിറകെടുത്ത് അപ്പനെ അനുഗമിച്ചതുപോലെ യേശു കുരിശും എടുത്ത് ഗോൽഗോത്തയുടെ ഗിരിമുകൾ കയറിയതുപോലെ whatever may be the burden, whatever may be the troubles and temptation, bear the burden and accompany him. Sharadhana Jarabdera Raga Samdera Dera Samderadia Didikaturana Samderadia Ardhana Jeraderam Albanam Proudadia Ardhana Sagamderadia. In the Pagaletrabar Tirichariano, they may not a God walking with you, but Amen, I will walk with him. എനിക്ക് ദൈവത്തോടൊപ്പം നടക്കണം. ഇന്നലെ വരെ തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ കൂരിരുട്ടിലോ എൻ്റെ വെള്ളത്തിലോ എൻ്റെ തീയിലുമൊക്കെ ദൈവം എന്നോടുകൂടെ ഒത്തിരി നടന്നു. പക്ഷേ ദൈവത്തിന് വേണ്ടി ഞാൻ എത്ര നടന്നു? ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പാർട്ട്ണർഷിപ്പ് എൻ്റെ കഷ്ടതയിൽ ദൈവം കൂടിയിരുന്നു. പക്ഷേ കർത്താവ് പറയുക, നിങ്ങളല്ലോ എൻ്റെ പരിശോധനയിൽ എന്നോട് കൂടെ നിലനിന്നവർ. ഇന്ന് പകൽക്കാലം എത്ര പേർ പറയാ, I will stand with him, I will accompany him. ആമേൻ. ഞാൻ അവന് വേണ്ടി I will partner with him. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിലേക്ക് വിളിക്കുക. How many of you? ആമേൻ. എലീശ പറയുക, എൻ്റെ ദൈവം ജീവിച്ചിരിക്കുന്നിടത്തോളം, എൻ്റെ യജമാനൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ നിന്നെ വിട്ട് പിന്മാറത്തില്ല. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, because he lives I can face tomorrow എന്നല്ല, because he lives I shall follow him. In faith we can say, വിശ്വാസമുള്ള ആർക്കും പറയാം, because he lives I can face tomorrow. പക്ഷെ എലീശ പറഞ്ഞത് because he lives I can face tomorrow എന്നല്ല, as you live I shall follow you. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ നാളെ അഭിമുഖീകരിക്കുമെന്നല്ല പറഞ്ഞത്, നീ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ നിന്നെ അനുഗമിക്കും. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ നിന്നെ അനുഗമിക്കും. എൻ്റെ യേശു മരിച്ചവനായിരുന്നെങ്കിൽ ഞാൻ അവനെ അനുഗമിക്കത്തില്ലായിരുന്നു. പക്ഷെ അവൻ ഇന്നും സ്വർഗത്തിൽ ജീവിച്ചിരിക്കൊണ്ട് അവൻ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് I shall follow him. ജീസസ്. ഞാൻ 3 ഭാഗങ്ങളെ പറഞ്ഞു, ഞാൻ അതിനപ്പുറത്തേക്ക് വരുന്നില്ല. അടുത്ത ടോപ്പിക്കിലേക്ക് കയറട്ടെ. ബിക്കോസ് ഓഫ് ഡെഡിക്കേഷൻ, ബിക്കോസ് ഓഫ് ലവ്, ഡെഡിക്കേഷൻ ബിക്കോസ് ഓഫ് സെർവൻഹുഡ്, ഡെഡിക്കേഷൻ ബിക്കോസ് ഓഫ് സൺഷിപ്പ്. സ്നേഹം കൊണ്ടുള്ള സമർപ്പണം, ദാസ്യം കൊണ്ടുള്ള സമർപ്പണം, പുത്രത്വം കൊണ്ടുള്ള സമർപ്പണം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. സമർപ്പണമുള്ളവൻ ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ഡെഡിക്കേറ്റഡ്, സമർപ്പണമുള്ളവൻ ദൈവത്തോട് കൂടെ നടന്നു. എൻ്റെ സഹോദരങ്ങളെ, സമർപ്പണമുള്ളവൻ മാത്രമല്ല ദൈവത്തോട് കൂടെ നടന്നേ. യേശു കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ സോർ സീദോൻ എന്ന ദേശത്തിലേക്ക് ഒരിക്കൽ യേശു കർത്താവ് പോയി. ആ സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന്
നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. യേശു അവളോട് ഒരു മറുപടിയും പറഞ്ഞില്ല. യേശു മറുപടി പറയാതിരുന്നപ്പോൾ അവൾ എന്തോ ചെയ്തു? ശിഷ്യന്മാർ പറയുക, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു. ഷി വാസ് അക്കംപനയിങ് ഹിം. സമർപ്പണവും ആവശ്യകതയും നമ്മളെ ദൈവത്തെ പിന്തുടരുമാറാക്കട്ടെ. സ്തോത്രം. ടു പാർട്ട്ണർ വിത്ത് ഹിം. ആമേൻ. ഈ ഹാനോക്കിനോടുകൂടെ ദൈവം നടക്കുകയായിരുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടെ അതിനെ ആവർത്തിച്ച് പറയട്ടെ. ഹാനോക്കിനോടുകൂടെ ദൈവം നടക്കുക ആയിരുന്നില്ല. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കുകയായിരുന്നു. സമർപ്പണമുള്ള ദൈവ പൈതലിൻ്റെ കൂടെ ദൈവം എപ്പോഴും നടക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട. പകരം നമ്മൾ ദൈവത്തോടുകൂടെ നടക്കാം എന്ന് തീരുമാനിച്ചാൽ മതി. സ്തോത്രം. അതുകൊണ്ടാ കാൽവറിയുടെ ഗിരിമുകളിൽ യേശു കർത്താവ് അങ്ങോട്ട് ചോദിക്കുക, കർത്താവേ, ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ കൈവിട്ടെങ്കിൽ എനിക്ക് എൻ്റെ വഴി എന്നല്ല പറഞ്ഞു. നീ എന്നെ കൈവിട്ടതെന്ത്? കൈവിട്ട ഇടത്തും ആത്മാവിനെ എന്ത് ചെയ്യുക? അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക. എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു. കാരണം യേശുവിനറിയാം, മോറിയാമലയുടെ അടിവാരത്ത് വെച്ച് ഇസഹാക്കിന്റെ കൈ അബ്രഹാം വിട്ടു. യേശുവിനറിയാം, യാഗം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അബ്രഹാം ഇസഹാക്കിന്റെ കൈ വിട്ടതുപോലെ പിതാവ് പുത്രന്റെ കൈ വിട്ടേ മതിയാകത്തുള്ളൂ. മോറിയാമലയിൽ ദൂതൻ ഇറങ്ങി വന്നു. പക്ഷേ കാൽവറിയിൽ ദൂതൻ ഇറങ്ങി വന്ന് ആരുടെ അടുക്കലും അവനെ കൊല്ലരുതെന്ന് പറഞ്ഞില്ല, അവനെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. പാർട്ട്ണറിങ് വിത്ത് ഗാഡ്. ആമേൻ. എന്തിനാണ് ദൈവം ഒരു മനുഷ്യനെ തൻ്റെ അരികിലേക്ക് വിളിക്കുന്നത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, വരിക. ദൈവം ഇവിടെ മോശ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവം വിളിക്കുക, കം നൗ, നീ ഇങ്ങ് വാ, അക്കംപനി മീ, ഫോളോ മീ. നീ എൻ്റെ കൂടെ ഇരിക്ക്, നീ എൻ്റെ കൂടെ നിൽക്ക്. നീ പേടിച്ച് ഇത്രോവിൻ്റെ വീട്ടിൽ പോയി ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കല്ലേ, അതൊക്കെ വിട്. ഇത്രോയുടെ ആടുകളെയൊക്കെ വിട്ടിട്ട് നീ എൻ്റെ കൂടെ വാ. നീ എൻ്റെ കൂടെ വന്നാൽ 400 സംവത്സരമായി ഞാൻ കാത്തിരിക്കുന്ന ഒരു മഹാ പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് വരികയാ. അതിനകത്ത് ഞാൻ നിന്നെ എന്ത് ചെയ്യാം? എൻ്റെ പാർട്ട്ണറാക്കാം. ഹേ, ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് നിലവിളിച്ചു. ആ നിലവിളി ഞാൻ കേട്ടു. അവരുടെ കഷ്ടതയും കണ്ണുനീരും ഞാൻ കണ്ടു. ഞാനൊരു ഭയങ്കര മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. 9 ബാധകളാൽ യഥാർത്ഥ ദൈവമാരെന്നവനെ തിരിച്ചറിയിച്ച് 10ാമത്തെ ബാധയിൽ അവനെ പുറത്തു കൊണ്ടുവരുവാൻ ഞാനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ മാസ്റ്റർ പ്ലാൻ ഞാൻ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, മോശെ നീ എൻ്റെ കൂടെ നിൽക്ക്, പാർട്ട്ണർ വിത്ത് മീ. ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കലേക്ക് അയക്കാം. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. കണ്ടോ, ദൈവം മോശെ വിളിക്കുക, കം വിത്ത് മീ, എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വന്ന് നീ എനിക്ക് പാർട്ട്ണറായിരിക്കെ. ആമേൻ. നിന്റെ കയ്യിൽ ഒരു വടിയില്ലേ? ആ വടി ഇനിയും നിന്റെ വടിയായിരിക്കത്തില്ല, ആ വടി ദൈവത്തിൻ്റെ വടിയായിരിക്കും. കണ്ടോ, എല്ലാറ്റിലും ദൈവം പാർട്ട്ണർഷിപ്പ് ചെയ്യുക. മോശേ, നിന്റെ വടി ഇനി എൻ്റെ വടിയായിരിക്കും. മോശേ, നീ ദൈവപുരുഷനായിരിക്കും. ബി എ പാർട്ട്ണർ വിത്ത് മീ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മോശയെ ദൈവം വിളിച്ച് പറഞ്ഞതുപോലെ പറയുക, കം നൗ therefore make a partnership with me. ഞാനുമായി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. നീ നേരെ മിസ്രൈമിലേക്ക് പോ. മിസ്രൈമിലേക്ക് പോയി നീ പറയണം, ഞാനാകുന്നവൻ ഞാനാകുന്നു, എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ ദൈവം പറയുന്നു.
അവൻ ചോദിക്കും, നീ ആരാ, നീ ഏതാണെന്ന് നീ പറയണം. ദൈവവും ഞാൻ നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പിലാണ്. ആ പാർട്ട്ണർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ പാർട്ട്ണർഷിപ്പിലേക്ക് വിളിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യാനുണ്ട്. എവിടെയൊക്കെ ദൈവം ഒരു മനുഷ്യനെ തന്നെ ഫോളോ ചെയ്യാൻ, തന്നെ അക്കമ്പനി ചെയ്യാൻ വിളിച്ചിട്ടുണ്ടോ, അതിൻ്റെ പിമ്പിൽ ഒരു പർപ്പസ് ഉണ്ട്. മത്തായി സുവിശേഷം 4:19 യേശു കർത്താവ് കടൽ തീരത്ത് ശിഷ്യന്മാരെ വിളിക്കുകയാണ്, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. If you follow him, your profession will be changed. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് പാർട്ട്ണർ, ദൈവവും നിങ്ങളും കൂടെയുള്ള പാർട്ട്ണറിങ്ങിൽ എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്. അതിനാണ് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് പറയുന്നത്. മർക്കോസ് 3:14 ഞാൻ മുമ്പേ പറഞ്ഞ ഭാഗമാണ്. നീ എന്നോട് കൂടെ ഇരിക്കുമെങ്കിൽ നീ പ്രസംഗിക്കുകയോ, നീ ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യോ, ദേശത്ത് വ്യാപരിക്കുന്ന ഭൂതങ്ങളെ കീഴടക്കുവാൻ എനിക്ക് ആവശ്യമുണ്ട് ചിലരെ. Can you partner with me? നിനക്ക് ഞാനുമായി ഒന്ന് പാർട്ട്ണർ ചെയ്യാമോ? ദൈവം ചോദിക്കുക, എനിക്കൊരു പാർട്ട്ണറെ ആവശ്യമുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചില പാർട്ട്നേഴ്സിനെ ആവശ്യപ്പെടുകയാണ്. മോശയെ പോലെ ചില ഫറവോന്മാരുടെ മുമ്പിൽ നിൽപ്പാൻ, മോശയെ പോലെ ജനത്തെ വിടുവിപ്പാൻ, അപ്പോസ്തലന്മാരെ പോലെ ദൈവരാജ്യം പ്രസംഗിക്കാൻ, അപ്പോസ്തലന്മാരെ പോലെ ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരമുണ്ടാകുവാൻ